ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അടുത്തിടെ നൽകിയ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയ്ക്കാണ് ലഭിച്ചത്. 2024 NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 2023 SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതു. 2022 സേതുവിനാണ് ലഭിച്ചത്. 2021 P വത്സലയ്ക്ക്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സല. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ആദ്യത്തെ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ അവാർഡ് തുക എത്ര എന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം അവാർഡ് തുക 5 ലക്ഷം രൂപ. അടുത്തതായിട്ട് വയലാർ പുരസ്കാരത്തെ കുറിച്ച് നോക്കാം. 2025 വയലാർ പുരസ്കാരം ലഭിച്ചത് E സന്തോഷ് കുമാറിന്റെ 49ാമത്തെ കൃതിയായിട്ടുള്ള തപോമയിയുടെ അച്ഛൻ എന്നതിനാണ്. E സന്തോഷ് കുമാർ എഴുതിയ 49ാമത്തെ അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് 2025 വയലാർ പുരസ്കാരം ലഭിച്ചത്. 2024 അശോകൻ ചെരുവിൽ എഴുതിയ കാട്ടൂർ കടവ് എന്ന കൃതിക്ക് വയലാർ പുരസ്കാരം ലഭിച്ചു. 2024 അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന കൃതി. 2023 വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. ശ്രീകുമാരൻ തമ്പി എഴുതിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 വയലാർ പുരസ്കാരം ലഭിച്ചത്. 2022 വയലാർ പുരസ്കാരം ലഭിച്ചത് S ഹരീഷ് എഴുതിയ മീശ എന്ന കൃതിക്കാണ്. S ഹരീഷിന്റെ മീശയ്ക്കാണ് 2022 വയലാർ പുരസ്കാരം ലഭിച്ചത്. 2021 ബെന്യാമിനിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് വയലാർ പുരസ്കാരം ലഭിച്ചു. 2021 ബെന്യാമിൻ എഴുതിയ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. അടുത്തതായി ഓടക്കുഴൽ പുരസ്കാരം. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് EP രാജഗോപാൽ ആണ്. അദ്ദേഹം എഴുതിയ കൃതി ഉൾക്കഥ. EP രാജഗോപാലിന്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2024 K അരവിന്ദാക്ഷന്റെ ഗോപ എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. 2024 K അരവിന്ദാക്ഷന്റെ ഗോപ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2023 PN ഗോപികൃഷ്ണൻ എഴുതിയ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2023 PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. 2022 അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. 2022 അംബികാസുധൻ മങ്ങാട് എഴുതിയ പ്രാണവായു എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2021 സാറ ജോസഫിന്റെ ബുധിനി എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. 2021 സാറ ജോസഫിന്റെ ബുധിനി എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ ആദ്യത്തെ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അടുത്തതായിട്ട് പത്മപ്രഭ പുരസ്കാരത്തെ കുറിച്ച് നോക്കാം.
2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലംകോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലംകോട് ലീലാകൃഷ്ണനാണ്. 2024 പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദിനാണ് ലഭിച്ചത്. 2024 പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദ്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രനാണ് 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. അടുത്തതായിട്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്കാണ്. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. 2023 പോൾ സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ ജേതാവ് പോൾ സക്കറിയ. 2022 സേതുവിനും ലഭിച്ചു. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാണ് സേതു. തകഴി പുരസ്കാരം 2026 ലഭിച്ചത് സേതുവിനാണ്. തകഴി പുരസ്കാരം 2026 കരസ്ഥമാക്കിയത് സേതുവാണ്. 2025 തകഴി പുരസ്കാരം ലഭിച്ചത് KP സുധീര എന്ന വ്യക്തിയാണ്. KP സുധീരയ്ക്കാണ് 2025 തകഴി പുരസ്കാരം ലഭിച്ചത്. അടുത്തതായി ഹരിവരാസനം പുരസ്കാരം. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കർ എന്ന വ്യക്തിയാണ്. തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചു. 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അടുത്തതായിട്ട് ONV പുരസ്കാരം 2025 ജേതാവാണ് പ്രഭാവർമ്മ. ONV പുരസ്കാരം 2025 ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അടുത്തതായി ജ്ഞാനപീഠം നോക്കാം. 2025 60ാമത് ജ്ഞാനപീഠം പുരസ്കാര ജേതാവായിട്ടുള്ളത് വൈരമുത്തു ആണ്. 60ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് 2025 കരസ്ഥമാക്കിയത് വൈരമുത്തു. 2024 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. വിനോദ് കുമാർ ശുക്ല. അടുത്തതായി കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. 2026 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവായിട്ടുള്ളത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. 2025 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് M ലീലാവതിയാണ്. 2025 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് M ലീലാവതി. അടുത്തതായി ജ്ഞാനപ്പാന പുരസ്കാരം. ജ്ഞാനപ്പാന പുരസ്കാരം 2026 ജേതാവ് വൈക്കം രാമചന്ദ്രനാണ്. വൈക്കം രാമചന്ദ്രനാണ് 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2025 KP ശങ്കർ. KP ശങ്കറിനാണ് 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. ബഷീർ പുരസ്കാരം 2026 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് S ഹരീഷിനാണ്. അദ്ദേഹത്തിന് ലഭിച്ച കൃതി പട്ടനൂൽ പുഴു. 2026 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് S ഹരീഷിനാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് പട്ടനൂൽ പുഴു. പട്ടനൂൽ പുഴു എന്ന കൃതിക്ക് S ഹരീഷിനാണ് 2026 വർഷത്തിൽ 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. 2025 17ാമത് ബഷീർ പുരസ്കാരത്തിന് ജേതാവായിട്ടുള്ളത്
P.N. ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കൃതി കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് 17ാമത് ബഷീർ പുരസ്കാരം 2025 ലഭിച്ചത് P.N. ഗോപികൃഷ്ണനാണ്. അടുത്തതായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് N. പ്രഭാകരൻ ആണ്. അദ്ദേഹത്തിന്റെ കൃതി മായാമനുഷ്യൻ. മായാമനുഷ്യൻ എന്ന കൃതിക്ക് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് N. പ്രഭാകരൻ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് K. ജയകുമാറിനാണ്. അദ്ദേഹത്തിന്റെ കൃതി പിങ്കള കേശിനി. പിങ്കള കേശിനി എന്ന കൃതിക്ക് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് K. ജയകുമാറിനാണ്. അടുത്തതായി മലയാറ്റൂർ ഫൗണ്ടേഷൻ അതിന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ഒരു പുതിയ അവാർഡാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം 2026 ലഭിച്ചത് അരുന്ധതി റോയിയാണ്. അരുന്ധതി റോയിക്കാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം 2026 ലഭിച്ചത് അരുന്ധതി റോയിയാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പ്രധാനപ്പെട്ട എല്ലാ സാഹിത്യ പുരസ്കാരങ്ങളും ഈ അടുത്ത വർഷങ്ങളിൽ നൽകിയതാണ് നമ്മൾ നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. കൂടുതൽ വീഡിയോസ് ഇതുപോലുള്ള ടോപ്പിക് വൈസ് ആയിട്ടും റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.